ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിങ്ങൾ തമ്മില് എന്തെങ്കിലും പൂർവ്വബന്ധം ഉണ്ടാവും. കഴിഞ്ഞ ജന്മത്തില് നമ്മുടെ പ്രിയപ്പെട്ടവരെ കാണുമ്പോ തിരിച്ചറിയാൻ സാധിക്കുന്ന പറയുന്നത്. ഓക്കെ അല്ലേ മോനെ? അപ്പോ പൃഥ്വി, പൃഥ്വി, ആ പൃഥ്വി, നീ കഴിക്കാൻ വാ. എനിക്കിപ്പോ വേണ്ട ചേച്ചി, ഞാൻ പിന്നെ കഴിച്ചോളാം. പൃഥ്വി, അഷിതയുടെ വീട്ടിൽ നിന്ന് ഗസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. നീ വരാതിരുന്ന ഒട്ടും ശരിയാവില്ല. നീ വാ, വന്ന് കഴിക്കാൻ നോക്ക്. നമുക്കെല്ലാം ഒന്നിച്ചിരിക്കാം. വിശക്കുന്നില്ല ചേച്ചി, ഞാൻ പിന്നെ കഴിച്ചോളാം. ഓഫ്, വിശപ്പ് മാറ്റാൻ നീ പിന്നെ കഴിച്ചോ. ഇപ്പൊ നീ വന്നൊന്ന് വെറുതെ ഇരുന്നാ മതി. അല്ല ചേച്ചി പോയിക്കോ, ഞാൻ പിന്നെ. നിന്നോട് വരാനല്ലേ പറഞ്ഞത്. ഇപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ. ഇരിക്കെ ഇരിക്കെ പൃഥ്വി. ആ ചെറിയമ്മേ ഇരിക്കെ. ആ, എല്ലാവരും എത്തിയല്ലോ. ഇനി കഴിച്ചോളൂ. നീ എന്താ ഇവരെ കണ്ടിട്ട് ഹായ് പോലും പറഞ്ഞില്ലല്ലോ. ഏയ്, അത്തരം ഫോർമാലിറ്റീസിന്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ പൃഥ്വിയും ദുർഗയൊന്നും അറിയാത്ത ആൾക്കാരല്ലോ. ഇവരൊക്കെ കോളേജ് മേറ്റ്സ് അല്ലേ? ആണോ? അത് ഞങ്ങളാരും അറിഞ്ഞില്ലല്ലോ. പൃഥ്വിയും പറഞ്ഞില്ല. ഒരേ സമയത്ത് കോളേജിൽ ഉണ്ടായിരുന്നേ ഉള്ളൂ. ഞങ്ങൾ തമ്മില് വലിയ പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. അതെന്തായാലും നന്നായി. അല്ലെങ്കിൽ ഇവന്റെ കള്ളത്തരങ്ങളൊക്കെ ഇപ്പോഴേ അക്ഷിത അറിഞ്ഞേനെ. ഇവനെന്ത് കള്ളത്തരം ഉണ്ടാവാനാ? എന്റെ മോൻ ഒരു കുഴപ്പമുണ്ടാക്കില്ല, അല്ലേടാ? ആ, കഴിക്ക്. മോളെ എടുത്ത് കഴിക്കേ. ഞങ്ങൾ ഇറങ്ങട്ടെ? ആയിക്കോട്ടെ. നിങ്ങൾ പോണ്ടാന്നാ മോള് പറയുന്നത്. ഇപ്പൊ പോയിട്ട് പിന്നെ വരാട്ടോ. അല്ലെങ്കിലും മോള് സ്കൂളിലേക്ക് വരുമല്ലോ, അപ്പൊ നമുക്ക് കാണാലോ. മോളെ കുറ്റം പറയാൻ പറ്റില്ല. നിങ്ങൾ വന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ പോകുമ്പോ മോൾക്ക് മാത്രമല്ല എനിക്കും എന്തോ ഒരു സങ്കടം. പ്രിയപ്പെട്ട ആരോ അകന്നു പോകുന്ന പോലെ. കിരണിനെ ആദ്യം കണ്ടതു മുതൽ എന്തോ ഒരടുപ്പം തോന്നുന്നുണ്ട്. നിങ്ങൾ തമ്മില് എന്തെങ്കിലും പൂർവ്വബന്ധം ഉണ്ടാവും. കഴിഞ്ഞ ജന്മത്തില് നമ്മുടെ പ്രിയപ്പെട്ടവരെ കാണുമ്പോ തിരിച്ചറിയാൻ സാധിക്കുന്ന പറയുന്നത്. അതൊക്കെ വെറുതെ തോന്നല. എനിക്കതിലൊന്നും വിശ്വാസമില്ല. നിനക്ക് എന്തിനെങ്കിലും വിശ്വാസമുണ്ടോ? എല്ലാത്തിനും കുറ്റം കാണാനല്ലേ നിനക്കറിയൂ. നീ എന്താ പൃഥ്വിയൊന്നും മിണ്ടാതെ നിൽക്കുന്നേ? ഒന്നില്ല ചേച്ചി, എനിക്ക് 1-2 എമർജൻസി മെയിൽ ചെക്ക് ചെയ്യാനുണ്ടായിരുന്നു, അതിന്റെ ഒരു ടെൻഷൻ. ഓക്കെ, എങ്കിൽ പൃഥ്വി ചെല്ല്, വർക്ക് മുടക്കണ്ട. അല്ലേ ദുർഗേ? അതെ, ഞങ്ങളും ഇപ്പൊ ഇറങ്ങും. ഞാൻ വിളിച്ചപ്പോഴേ ഇവിടെ വരാൻ നിങ്ങൾ മനസ്സ് കാണിച്ചതല്ലേ, അതുകൊണ്ട് ഞാൻ നിങ്ങളെ കൊണ്ടുവിടാം.
അയ്യോ അത് നല്ല കാര്യ. ഏയ് ചേച്ചി ബുദ്ധിമുട്ടണമെന്നില്ല, ഞങ്ങള് പൊയ്ക്കോളാം. അതെന്താ, ഞാൻ വരുന്ന ഇഷ്ടമല്ലേ? അയ്യോ അങ്ങനെയല്ല, ചേച്ചിക്ക് ഒരുപാട് തിരക്കുകളുള്ളതല്ലേ, അതുകൊണ്ട് പറഞ്ഞതാ. ഒരു തിരക്കുമില്ല. എനിക്കെല്ലാവരെയും ഒന്ന് കാണുകയും ചെയ്യാലോ. ഉം, ശരി. എന്നാ നമുക്കിറങ്ങിയാലോ? രണ്ടുപേരും വല്ലപ്പോഴും വരണേ. ഉം. ഓക്കെ. ശരി. ഞാൻ പോയിട്ട് വരാം. മോളെ പിടിച്ചു എന്നാ പോ. ഇറങ്ങാം നമുക്ക്. ആഹാ, പൂർണിമ മോളോ, വാ. മുത്തശ്ശി യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയെന്ന് ദുർഗ പറഞ്ഞിരുന്നു. നേരിട്ടൊന്ന് കാണാലോ എന്ന് കരുതിയാ ഞാൻ വന്നത്. അത് നന്നായി. ഇടക്ക് ഭഗവന്മാരെ കാണണ്ടേ പോയിട്ട്. ഇടക്ക് ആപത്ത് വരാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നന്ദി പറയണല്ലോ. നല്ല കാര്യം. പക്ഷേ വനിമോളുടെ ബർത്ത്ഡേക്ക് മുത്തശ്ശി ഇല്ലാതായി പോയെന്നൊരു സങ്കടം ഉണ്ട് കേട്ടോ. എനിക്കും അതിൽ വിഷമമുണ്ട്. സാരമില്ല, ഇനി നമുക്ക് കല്യാണം അടിച്ചു പൊളിക്കാം, അല്ല ദേവാ? അതെ അതെ. അല്ല, അമ്മ എന്താ പൂർണിമയെ പുറത്തെത്തി സംസാരിക്കുന്നത്? അകത്ത് വിളിക്കും. അയ്യോ, ഞാനങ്ങ് മറന്നുപോയി. വാ മോളെ, വാ. നിങ്ങള് സംസാരിക്കേ, ഞാൻ റൂമിലേക്ക് ചെല്ലട്ടെ. ശരി എന്നാ. അല്ല, ദുർഗമോളും കിരണും എന്താ പൂർണിമന്റെ വണ്ടിയില്? നിങ്ങളുടെ സ്കൂട്ടർ എവിടെ? അല്ല, അത് ശരിയാണല്ലോ. എന്താ സംഭവിച്ചത്? അതൊക്കെ പറയാം. ചേച്ചി ചേച്ചി അകത്തേക്ക് വാ. വാ മോളെ. മോളെ ദുർഗെ, പൂർണിമക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കേ. ശരി മുത്തശ്ശി. വേണ്ട ദുർഗെ, ഇപ്പൊ ഒന്നും എടുക്കണ്ട. ഞങ്ങള് ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. എന്നാലും വീട്ടിൽ വന്നിട്ട് വെള്ളമെങ്കിലും കുടിക്കാത്ത എങ്ങനെയാ? അതെന്തിനാ അങ്കിൾ അങ്ങനെ ഫോർമാലിറ്റി ഒക്കെ? നമ്മള് ബന്ധുക്കളായി കഴിഞ്ഞവരാ. ഇനിയിപ്പൊ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകേണ്ടതല്ലേ? ആ, അത് മോള് പറഞ്ഞത് ശരിയാ. പൂർണിമ ചേച്ചി പൃഥ്വി വന്നില്ലേ? ഇല്ല. പൂർണിമ വന്നിട്ട് ഒരുപാട് നേരമായോ? ഇല്ല, ഞാൻ ഇപ്പൊ വന്നതേ ഉള്ളൂ. ഞാൻ ദുർഗയും കിരണിനെയും കൊണ്ടാക്കാൻ വന്നതാ.